ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. യഥാർത്ഥ ദൈവവിശ്വാസികളെ മനുഷ്യർക്ക് പെടുത്താനായേക്കും, പക്ഷേ പിഴപ്പിക്കാനാവില്ല. യഥാർത്ഥ ദൈവവിശ്വാസികളാണ് നാമെങ്കിൽ ലോകം ഒരുപക്ഷെ നമ്മളെ പെടുത്തിയേക്കാം. ഇന്ന് ജയിലിൽ കഴിയുന്ന എല്ലാവരും യഥാർത്ഥത്തിൽ കുറ്റവാളികൾ ആയിരിക്കണമെന്നില്ല. ചില സാഹചര്യ തെളിവുകൾ അതുമൂലം ജയിലിൽ കിടക്കേണ്ടി വന്നവർ, ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ പിന്നീട് അവരുടെ സത്യാവസ്ഥ പുറത്തു വന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിയമത്തിന് വേണ്ടത്, കോടതിക്ക് വേണ്ടത് സത്യമല്ല, തെളിവാണ്. സാഹചര്യ തെളിവിൻ്റെ പേരിൽ ഒരു കുറ്റം ചെയ്യാത്ത വ്യക്തി കുറ്റവാളിയായിട്ട് മുദ്ര ചെയ്യപ്പെട്ടേക്കാം, ജയിലിൽ കിടക്കേണ്ടി വന്നേക്കാം. അങ്ങനെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അമേരിക്കയിൽ പോലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലരൊക്കെ ഇങ്ങനെ ഒരു അവസരം നോക്കിയിരിക്കുകയാണ് സ്യൂ ചെയ്യാനായിട്ട്. ആരെങ്കിലും എന്തെങ്കിലും കാരണം പറഞ്ഞ് സ്യൂ ചെയ്യുക, എന്നിട്ട് പണമുണ്ടാക്കുക. അവർ കാഴ്ചപ്പാടിൽ മുമ്പോട്ട് പോകുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഇനി യഥാർത്ഥ ദൈവവിശ്വാസികൾ അവരെ ആരെങ്കിലും പെടുത്താൻ നോക്കി പെടുത്തിയാൽ പോലും അവരെ പിഴയ്ക്കത്തില്ല, അതിനവർ സമ്മതിക്കത്തില്ല. നമ്മൾ കാണുന്നുണ്ടല്ലോ, മരിയ കുര്യത്തി വെറും 12 വയസ്സ് ആകുന്നേ ഉള്ളൂ. ആ സമയത്തും അവളെ പിഴപ്പിക്കാൻ നോക്കി, അവൾ പിഴച്ചില്ല. ഇനി അവൾക്ക് സഹനം, മരണം ഇതൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അവളെ പിഴപ്പിക്കാൻ ആർക്കും പറ്റിയില്ല. ഒരു സംഭവം ഞാൻ ഓർക്കുന്ന, ഒരു സ്ത്രീ പറഞ്ഞാണ്, അവർക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കല്യാണ പ്രായം കഴിഞ്ഞിട്ടും എന്ന് പറഞ്ഞാൽ കല്യാണം അവരാഗ്രഹിച്ച സമയത്ത് ഒരു നല്ല അലയൻസ് വന്നില്ല, അങ്ങനെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല. ആ സാഹചര്യത്തിൽ മുമ്പോട്ട് പോയപ്പോഴാണ് ഒരാളുമായിട്ട് അടുപ്പായി. അതിങ്ങനെ അവർ സംസാരിച്ച് ആ ഒരു ബന്ധം മുറുകിക്കഴിഞ്ഞപ്പോൾ ഇവൾ വിചാരിച്ചു ശരിക്കും ഈ കല്യാണം നടക്കും. അപ്പം അങ്ങനെ അവൾ ആ പ്രതീക്ഷയിൽ മുമ്പോട്ട് പോവുകയായിരുന്നു. അവനും പ്രതീക്ഷ കൊടുത്തു, ഞാൻ നിന്നെ കെട്ടിയിരിക്കും. അങ്ങനെ പോയ സാഹചര്യത്തിലാണ് അവനിങ്ങനെ ഒരു പ്രാവശ്യം ഏതാണ്ട് അല്പം നിർബന്ധം ചെലുത്തി അവളെ ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചു. അത് നടന്നു. അവർ ശാരീരിക ബന്ധം പുലർത്തി, വിവാഹിതരായിട്ടില്ല. ഇനി പുള്ളിക്കാരത്തി പറഞ്ഞത് കുറച്ച് കഴിഞ്ഞ് ചില കാരണങ്ങളാൽ ആ ബന്ധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് മുറിഞ്ഞു, അവനിട്ടേച്ച് പോയി. ഇവളുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ കല്യാണം നടന്നില്ല എന്നുള്ളതല്ല, ഞാൻ അത്രയും നാൾ കാത്തു സൂക്ഷിച്ച എൻ്റെ കന്യാത്വം അവിടെ പൊടിഞ്ഞു. എന്താ സംഭവിച്ചത്? അവളെ അവൻ പെടുത്തി, അവളാണെങ്കിൽ അതുമൂലം പിഴച്ചു. നല്ല ദൈവവിശ്വാസികളാണ്, ദൈവസ്നേഹികളാണെങ്കിൽ മനുഷ്യർക്ക് നമ്മളെ പെടുത്താനേ പറ്റത്തുള്ളൂ, പിഴപ്പിക്കാൻ പറ്റത്തില്ല. ഇതിന് നല്ല ഉദാഹരണങ്ങൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ലോകം പെടുത്തിയേക്കാം, പെടുത്താൻ നോക്കിയേക്കാം, കുടുക്കിയേക്കാം, പക്ഷേ ലോകം എത്ര നോക്കിയാലും സാത്താൻ എത്ര കടന്ന് പരിശ്രമിച്ചാലും പിഴപ്പിക്കാൻ പറ്റത്തില്ല, നാം അതിന് മനസ്സ് കാണിക്കാതിരുന്നാൽ. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൽ, ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നിലനിൽക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ആർക്കും നമ്മെ പിഴപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. നമുക്ക് ആദ്യമായിട്ട് പഴയ നിയമത്തിലെ ഒരു ബൈബിൾ കഥാപാത്രത്തെ എടുക്കാം. അതാണ് പഴയ നിയമത്തിലെ ജോസഫ്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഭർത്താവായ ജോസഫ്, യേശുവിൻ്റെ വളർത്തുപിതാവായ ജോസഫ് അതല്ല, പഴയ നിയമത്തിൽ നമുക്കൊരു ജോസഫുണ്ട്. ഈ ജോസഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൽപ്പത്തി 37 മുതലുള്ള അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 37-ാം അധ്യായത്തിലാണ് ജോസഫിനൊരു സ്വപ്നമുണ്ടായി, ദൈവം കൊടുത്ത ഒരു സ്വപ്നം. ഈ സ്വപ്നത്തെക്കുറിച്ച് അവൻ തൻ്റെ സഹോദരങ്ങളോട് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. 37-ന്റെ 11-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പേരിൽ അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ ഉളവായി. പിന്നെ ആ അസൂയ വെച്ച് അവനോട് പെരുമാറുന്നത് നമുക്ക് കാണാൻ പറ്റും. 37-ന്റെ 19-ാമത്തെ വചനം വായിക്കുമ്പോൾ ചില സർക്കാസ്റ്റിക് കമൻറ്റ്, ഇതാ സ്വപ്നക്കാരൻ വരുന്നു, ദർശനക്കാരൻ വരുന്നു, അങ്ങനെയെല്ലാം പറഞ്ഞ് പരിഹസിക്കുന്ന ജോസഫിൻ്റെ സഹോദരങ്ങളെ കാണാൻ പറ്റും. അവസാനം അവർ അസൂയ മൂത്തിട്ട് അവനെ കൊല്ലാനുള്ള ആ പ്ലാനിങ് പോലും നടത്തി. റൂബൻ ഇടപെട്ടത് കൊണ്ടാണ് ആ കൊലപാതകം ഒഴിവായത്. അതിനുശേഷം നമ്മൾ കാണുകയാണ് 39-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ മറ്റൊരു സംഭവം. ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ കൊല്ലുന്നതിന് പകരം പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്തിട്ട് ഈജിപ്തുകാർക്ക് വിറ്റു. അവിടെ ചെന്ന് പോത്തിഫറിൻ്റെ ഭവനത്തിൽ അവനിങ്ങനെ ഒരു അടിമയെപ്പോലെ ജോലി ചെയ്യുകയാണ്. പോത്തിഫർ ഒരു കാര്യം മനസ്സിലാക്കി, ജോസഫ് എന്ത് ചെയ്താലും അവിടെയെല്ലാം വിജയം, കർത്താവ് ജോസഫിൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് എല്ലാ കാര്യത്തിലും അവന് വിജയമുണ്ടാകുന്നു, ശ്രേയസ്സുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ ഭാര്യ ഒഴികെ ബാക്കി എല്ലാറ്റിൻ്റെയും മേൽനോട്ടക്കാരനായിട്ട് ജോസഫിനെ നിയോഗിച്ചു. നമ്മൾ കാണുകയാണ്, ഈ പോത്തിഫർ ഒരു വിദൂര സ്ഥലത്തേക്ക് പോയ സമയത്ത് പോത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിൽ ഒരു അഭിലാഷം. ജോസഫാണേലും കാണാൻ മിടുക്കൻ, ഒത്ത ആള്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവനിൽ ഒരു അഭിലാഷം. അവനെ ക്ഷണിച്ചു പാപസുഖത്തിന്, അവളോടുകൂടെ പാപസുഖത്തിന് അവനെ ക്ഷണിച്ചു. ജോസഫ് സമ്മതിച്ചില്ല. അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ പുറംകുപ്പായം ഈ പോത്തിഫറിൻ്റെ ഭാര്യയുടെ കയ്യിലിരുന്നു. അവൾ ആ സാധനം വെച്ച്
ജോസഫാണ് അവളെ പിടിക്കാൻ വന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കഥയുണ്ടാക്കി അതിൻ്റെ പേരിൽ ജോസഫ് ജയിലിൽ കിടക്കുന്നത് കാണാൻ പറ്റും. പോത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിനെ കൊടുക്കാൻ പറ്റി, പക്ഷെ അവനെ പിഴപ്പിക്കാൻ പറ്റിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവത്തോട് സ്നേഹവും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ ആരെല്ലാം നമ്മളെ കൊടുക്കും എന്ന് വന്നാൽ പോലും അതിൻ്റെ പേരിൽ പിഴയ്ക്കാനുള്ള മനസ്സ് കാണിക്കരുത്. അവിടെ നമുക്ക് വിശ്വസ്തരായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റണം. അങ്ങനെയുള്ളവർക്കുള്ള പ്രതിഫലം വളരെ വലുതാണ്. ജോസഫിനെ ദൈവം ഈജിപ്തിൽ ഫറവോ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തേക്ക് ഉയർത്തി എന്നാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. കാരണം അവൻ കഷ്ടതയുടെ കാലത്തും കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവ്വം പാലിച്ചു. 1 മക്കബായർ 2-ാം അധ്യായം 53-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ ഒരു കാര്യമാണ്. രണ്ടാമതൊരു വ്യക്തിയെ നമുക്ക് എടുക്കാം, അതാണ് സൂസന്ന. ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏതാനും വചനഭാഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കുന്നത് നല്ലതാണ്. സൂസന്ന, അവളെ കൊടുക്കാൻ 2 ശ്രേഷ്ഠന്മാർ കിണഞ്ഞ് പരിശ്രമിക്കുന്നത് കാണാൻ പറ്റും. അവളെ പിഴപ്പിക്കാൻ നോക്കി, പക്ഷെ അത് നടന്നില്ല. ഇനി അതുകൊണ്ട് തന്നെ അവളെ കൊടുക്കാനുള്ള ആ ഒരു വഴി അന്വേഷിച്ച് പോകുന്ന ശ്രേഷ്ഠന്മാർ അവർ പുറമേ കണ്ടതുപോലെ ആയിരുന്നില്ല അവരുടെ ഉള്ളിലിരിപ്പ്. നമുക്ക് കാണാൻ സാധിക്കും. 13-ാം അധ്യായം 35-ാമത്തെ വചനം എടുക്കുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം. 13-ാം അധ്യായത്തിൻ്റെ 24-ലും സൂസന്ന ഉച്ചത്തിൽ നിലവിളിച്ച് കരയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? ഒരു ബാലൻ്റെ ആത്മാവിനെ ദൈവം ഉണർത്തി, ദാനിയേലിൻ്റെ. എന്നിട്ട് അതിലൂടെ ഒരു വഴിത്തിരിവ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരെ വിചാരണ ചെയ്തപ്പോൾ 2 പേരും നുണയാണ് പറയുന്നത് എന്ന് സമൂഹം മുഴുവൻ മനസ്സിലാക്കി. കാരണം നമ്മൾ കാണുന്നുണ്ട്, ഓരോരുത്തരെയും മാറ്റി നിർത്തി ഏത് മരത്തിൻ്റെ ചോട്ടിൽ വെച്ചാണ് ഈ സൂസന്നെ ആ ചെറുപ്പക്കാരൻ ആലിംഗനം ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടത്? ഒരാൾ പറഞ്ഞു അതൊരു കരയാമ്പു മരം. രണ്ടാമത്തെ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു കരുവേൽ മരം. രണ്ടും വളരെ വളരെ വ്യത്യസ്തമായ മരങ്ങളാണ്. അവസാനം അവർക്ക് ബോധ്യമായി ഇതൊരു കള്ളക്കേസായിരുന്നു എന്ന്. ശ്രേഷ്ഠന്മാരാണ് ശരിക്കും പറഞ്ഞാൽ പിന്നീട് മരണത്തിലേക്ക് തള്ളപ്പെട്ടത്. മൂന്നാമതൊരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും, ഏലയാസർ. 2 മക്കബായർ അതിൻ്റെ 6-ാം അധ്യായം എടുക്കുമ്പോൾ ഏലയാസറിനോട് അവൻ്റെ കൂട്ടുകാർ പറഞ്ഞു, നീ രക്ഷപ്പെടാനുള്ളൊരു മാർഗം ഞങ്ങൾ പറഞ്ഞുതരാം. നീ അനുവദനീയമായ മാംസം കഴിച്ചോ, ഞങ്ങൾ പോയിട്ട് നീ പന്നിമാംസം കഴിച്ചെന്ന് പറഞ്ഞേക്കാം. പറഞ്ഞൊരു കാര്യം, അങ്ങനെ പിഴയ്ക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതിനേക്കാൾ മരണമാണ് ഞാൻ ഇഷ്ടപ്പെടുക. ഇതൊക്കെയാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. അങ്ങനെ വിശ്വസ്തരായി ജീവിക്കുവാൻ വേണ്ട ഒരു അഭിഷേകം ആഗ്രഹിച്ച് പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തെ പ്രതി സഹിക്കേണ്ടി വരുന്ന പല വ്യക്തികളുണ്ട്. അവർക്ക് ഒരു മനസ്ഥൈര്യം കിട്ടാൻ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.